നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വേണു സാർ അവിടെ ഒരു FIR എഴുതുന്ന തിരക്കില്ല. SI SHO ഒക്കെ അവിടെ അടുത്ത് നിപ്പുണ്ട്. സാർ അത് തിരക്കൊഴിഞ്ഞിട്ട് നോക്കിയെടുത്താ മതി. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഇന്നെന്തായാലും നടക്കില്ല വിനയ. നീ എന്തായാലും ഈ ഫോൺ റെഡിയാക്കിട്ട് എന്നെ വിളിക്ക്. അപ്പൊ ഞാൻ എടുത്ത് വെച്ചോളാം. എന്നാ ശരി, നീ വെക്കോ. ഞാൻ ഡ്യൂട്ടിയില്ല. ശരി സാർ. രഘു, അവരെ ഞാൻ അവിടെ സേഫ് ആയിട്ട് കൊണ്ടുവിട്ടിട്ട് വന്നു. നീ ഫ്രീ ആവുമ്പോ ഒന്ന് വിളിച്ചേക്ക്. ഞാനിപ്പോ ഓഫീസിന് മുമ്പിലെത്തി. നമ്മുടെ വിനയനെ ഇവിടെ ഒന്ന് നിപ്പുണ്ട്. നിനക്ക് ടെൻഷനൊന്നും വേണ്ട, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ രഘു, ഓക്കെ. എന്താണോ വിനയ, രഘു സ്ഥലത്തില്ലല്ലോ? ഞാൻ അങ്ങള് കാണാൻ വേണ്ടി വന്നാ. അമ്പലത്തിൽ വെച്ച് കണ്ട ആമി എന്റെ ആരാണെന്ന് അറിയാനായിരിക്കുമല്ലേ? ആമി അങ്ങളുടെ ഗസ്റ്റാണെന്ന് സുമ ചേച്ചി പറഞ്ഞു. എനിക്കറിയേണ്ടത് വേറൊരു കാര്യമാണ്. ആമിയുടെ യഥാർത്ഥ പേര് അമൃത എന്നല്ലേ അങ്ങളെ? ഇനിയിപ്പോ അമൃത എന്നാണെങ്കിൽ വേറെ വല്ല കഥയ്ക്ക് സ്കോപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നീ കഥ ഉണ്ടാക്ക്, ബാക്കി നമുക്ക് അപ്പ പറഞ്ഞാ പോരെ. ഇല്ലാ കഥകൾ ഉണ്ടാക്കി എനിക്കാരുടെ കുടുംബം താർക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ അകറ്റാൻ നോക്കിയ അത് ചെറുക്കാനുള്ള വഴി ഞാനും നോക്കും. നിന്നെ ആരുടെ കുടുംബത്തിൽ നിന്ന് അകറ്റിയത്? നീയല്ലേ കുടുംബവും കുഞ്ഞുങ്ങളും ഇതും വേണ്ടെന്ന് പറഞ്ഞ് പോയത്. എന്നിട്ട് എല്ലാം കൈവിട്ട് പോയപ്പോ തിരിച്ചു വന്ന് അവകാശം പറഞ്ഞ ബാക്കിയുള്ളവരത് അംഗീകരിച്ച് തരുന്ന കരുതിയ. എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലേ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോ കാലദോഷത്തിനും സംഭവിച്ചു പോയതാ. ഏത് മനുഷ്യനും ഒരു മോശം സമയം ഉണ്ടാവില്ല അങ്കിളെ. എൻ്റെ മകൻ ജനിക്കുന്നതോടെ എൻ്റെ സമയദോഷമൊക്കെ മാറുമെന്ന അങ്കിളെ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ശീരുവിൻ്റെ ഡെലിവറി സമയത്തെങ്കിലും അവളുടെ കൂടെ നിൽക്കാൻ നിങ്ങളെല്ലാവരും എന്നെ സമ്മതിക്കണം. എടാ, അതിനെ ആദ്യം ചീരു സമ്മതിക്കണം. ഇപ്പോഴും ആൺകുഞ്ഞിനെ സ്വപ്നം കണ്ട് നടക്കുന്ന നിന്നെ ചീരുവിനെ പോലൊരു പാവം പെണ്ണ് എങ്ങനെ വിശ്വസിക്കൂടാ? ഇനിയിപ്പോ ജനിക്കാൻ പോകുന്ന പെൺകുഞ്ഞാണെങ്കിൽ നീ അതിനെ കളഞ്ഞിട്ട് പോലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇതിന് ഉത്തരം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല അങ്കിളെ. കാരണം എനിക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഇത് തന്നെയാണ് നിന്റെ കുഴപ്പം. നീ ഇപ്പോഴും നിന്റേത് മാത്രമായ സ്വപ്ന ലോകത്ത് ജീവിക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. അങ്കിളെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വിനയൻ ഉറച്ചു വിശ്വസിച്ചിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ പഴച്ചിട്ടില്ല. ചീരുവിന്റെ ഡെലിവറി കഴിയുമ്പോൾ അങ്കിളിനത് മനസ്സിലാവും. അതുകൊണ്ട് എന്നെ ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും അകറ്റാൻ ശ്രമിക്കരുതെന്ന് രഘുവേട്ടനോടൊന്ന് അങ്കിൾ പറയണം. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇപ്പോഴും ആ കുടുംബത്തിലൊരു അംഗമല്ലേ. ഒരു കൊലപാതകയുടെ ഭാര്യയെ രഘുവേട്ടനെ സംരക്ഷിക്കാമെങ്കിൽ ആ അനുകമ്പയെങ്കിലും എന്നോട് കാണിച്ചൂടെ? വിനയൻ വെറുതെ കഥ മെനയുന്നവനല്ലെന്ന് ഇപ്പം അങ്കിളിന് മനസ്സിലായി കാണുമല്ലോ.
അത് മതി.